എല്ലാവർക്കും ഓസ്കാർ യൂസുകാരൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഓസ്കാർ യൂസുകാരൻസിനെ പറ്റിയിട്ട് ഒന്ന് ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആലുവ പറവൂർക്കവലയിലാണ്. സിഗ്നൽ ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ഫെഡറൽ ബാങ്കിൻ്റെ ബിൽഡിങ്ങും അതുപോലെ റിലയൻസിൻ്റെ ട്രെൻഡ്സും ഉണ്ട്. പിന്നെ നമുക്ക് നേരെ ഞാൻ എല്ലാ ദിവസവും ഹോക്രാസ് എന്നുള്ള ചാനലിലാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ നമ്മുടെ ഓസ്കാർ യൂസുകാരൻ്റെ ഒഫീഷ്യൽ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ എൻ്റെ ഇൻറ്റൻഷൻ ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ഷോറൂമിൽ ഏതെല്ലാം വണ്ടികൾ ഉണ്ടെന്നുള്ളത് മൊത്തം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇൻറ്റൻഷൻ. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കും. ആ നമ്പറിൽ നോക്കി കോൺടാക്ട് ചെയ്ത് വാട്സാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് തരാം. അതേപോലെ ഓസ്കാർ യൂസുകാർസിൻ്റെ നമ്പർ 9495938016 എന്നുള്ള നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാറ്റലോഗിൽ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാ വണ്ടികളെയും പരിചയപ്പെടാം. ഇറ്റ്സ് മീ ഷാഹിദ് ഫ്രം ഓസ്കാർ യൂസുകാർസ്. ഓസ്കാറിലെ വണ്ടികളൊന്ന് പരിചയപ്പെടുത്തുന്നതാണ്. നമുക്ക് ഫോർച്യൂണർ ഉണ്ട് 4x2 2012 മോഡലാണ്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടിയാണ്. അതേപോലെ റെനോൾട്ടിൻ്റെ ക്യാപ്ചർ 2018 മോഡൽ, അത് വരുന്നത് 71,000 കിലോമീറ്റർ അടുത്ത് ഓടിയേക്കുന്നത്. അതേപോലെ ഫോർഡ് ഇക്കോസ്പോർട്ട് ടൈറ്റാനിയം 2020 മോഡൽ, അതിൻ്റെ റണ്ണിങ് കിലോമീറ്റർ വരുന്നത് 64,000 63,000 റേഞ്ചാണ്. നമുക്ക് പ്രൈസിങ് വരുന്നത് 7.25 റേഞ്ചാണ്. നെഗോഷ്യബിൾ പ്രൈസിങ് ആണ്. പിന്നെ നമുക്ക് മേബാക്ക് വന്നിട്ടുണ്ട്. മേബാക്ക് പാർക്ക് ആൻഡ് സെൽ കാറ്റഗറിയിൽ വന്നേക്കുന്നതാണ്. 2008 മോഡൽ S350. അതിൻ്റെ വില ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ആവുന്നതേ ഉള്ളൂ. ഇന്നലെ വണ്ടി കൊണ്ടുവന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്ത് തരാം. പിന്നെ ഒരു ടാക്സിയൊക്കെ ആയിട്ട് ഓടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ഡിസയർ വിത്ത് CNG കയറ്റിയതുണ്ട്. 2018 മോഡൽ 42,000 കിലോമീറ്റർ ഓടിയേക്കണം. നമുക്കൊരു 6 രൂപയാണ് അതിൻ്റെ പ്രൈസിങ് വരുന്നത്. ഒരു 75,000 അടുത്തുള്ളൊരു CNG കിറ്റാണ് അതിൽ കയറ്റിയേക്കുന്നത്. പിന്നെ ടൊയോട്ടയുടെ ക്രിസ്റ്റ, ഇന്നോവ ക്രിസ്റ്റ നോക്കുന്നവരുണ്ടെങ്കിൽ 2016 മോഡലുണ്ട്. 1.70 ഓടിയ വണ്ടി. അപ്പോൾ അതും എന്താ പറയുക 2.4 G4 മാനുവലാണത്. അപ്പോൾ അതാവശ്യമുള്ളവർ നോക്കുക. പിന്നെ നമുക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഹോണ്ട അമേസ് ആണ്. 2023 46,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഈ വണ്ടിയും അത്യാവശ്യം എന്താ പറയുക വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അതേപോലെ വലിയ കാലപ്പഴക്കം ഇല്ലാത്തത് കൊണ്ടിട്ട് നല്ല കണ്ടീഷൻ വണ്ടിയാണ്. എന്താണ് പ്രൈസിങ് വരുന്നത് 8.5 ആ റേഞ്ചാണ് പ്രൈസിങ് വരുന്നത്. പിന്നെ ടൊയോട്ടയുടെ ഗ്ലാൻസ് ഉണ്ട്. അത് വരുന്നത് 2023 മോഡലാണ്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ പുതിയ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പ്രൈസിങ് കാര്യങ്ങളൊക്കെ ഏകദേശം അറൗണ്ട് അത്രയൊക്കെ തന്നെ വരും. എന്നാലും ആ എടുത്ത സമയം ഈ സന്ദർഭം കൂടി നോക്കുമ്പോൾ GST ഒക്കെ വന്നേക്കുന്നതുകൊണ്ട് വലിയ രീതിയിൽ വേരിയേഷൻ വന്ന് ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഈ വണ്ടി. പിന്നെ നമുക്ക് വരുന്നതാണ് ഇതിൻ്റെ വാഗണർ വന്നേക്കുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് വേരിയൻറ്റ്. അത് 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിൻ്റെ പ്രൈസിങ് വരുന്നത് 690 ഓൺ ദ റോഡ് പ്രൈസ് ഒരു 8,10,000 രൂപ റേഞ്ചാണ് വരുന്നത്. അപ്പോൾ അത്രയും ക്രൈറ്റീരിയയിലുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ബാക്കിയുള്ള വണ്ടികളെയും കൂടി ഒന്ന് ഓവറോൾ ഒന്ന് പരിചയപ്പെടാം. നമുക്കൊരു ഹോണ്ട അമേസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ സെൻട്രൽ ചെയ്തേക്കുന്നത്. അത് വരുന്നത് 340 പ്രൈസ് വരുന്നത്. അതിൻ്റെ കിലോമീറ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാനുണ്ട്, ഒരു സെക്കൻഡ്. പിന്നെ ഈ വരുന്നത് ഈ കിടക്കുന്ന സ്വിഫ്റ്റ് അത് 2018 മോഡലാണ്. 64,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അതിൻ്റെ പ്രൈസിങ് വരുന്നത് 4.25. ഇതിൻ്റെ കിലോമീറ്റർ ഓടിയേക്കുന്നത് 79,000 കിലോമീറ്റർ ഓടിയേക്കുന്നുണ്ട് ഈ സ്വിഫ്റ്റ് അമേസ്. പിന്നെ നമ്മുടെ ഫോർഡ് ഫിഗോ 2010 ടെസ്റ്റ് കഴിഞ്ഞേക്കുന്ന വണ്ടിയാണ്. ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു ഡീസൽ വാഹനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കിത് ചൂസ് ചെയ്യാം. പിന്നെ വരുന്നതാണ് നമ്മുടെ ഇന്നോവ 2013 മോഡൽ. ഈ 2013 മോഡൽ ഇന്നോവ സിംഗിൾ ഓണറാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. നമുക്ക് എന്താ പറയുക 10 ആസ്കിംഗ് പ്രൈസ് പറഞ്ഞാൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ 2013 മോഡൽ സിംഗിൾ ഓണറൊക്കെ അന്വേഷിക്കുന്നവരുണ്ട്. ഒരു 1.25 ലക്ഷം കിലോമീറ്ററൊക്കെ ഓടിയ വണ്ടികളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ആപ്റ്റാണ്. ഈ വണ്ടി 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ വരുന്നതാണ് ക്രെറ്റ ഡീസൽ ഓട്ടോമാറ്റിക്. 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആസ്കിംഗ് പ്രൈസ് വരുന്നത് 10.25 ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. പക്ഷേ 10.25 ഫൈനലൈസ് ചെയ്ത് സംസാരിക്കാം. പിന്നെ എടുക്കാനുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയൊക്കെ നിങ്ങൾ സെറ്റായി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നെഗോഷിയേഷൻ പോസിബിളാണ്. പിന്നെ വരുന്നതാണ് ഹ്യുണ്ടായിയുടെ ഇയോൺ വന്നിട്ടുണ്ട്. ഇയോൺ ഞാൻ എല്ലാ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് എൻ്റെ ഹോക്രാസ് എന്നുള്ള ചാനലിൽ. അതേപോലെ ഇതിൽ വരുമ്പോൾ പ്രൈസിങ് വരുന്നത് 2.25 2.35 കിലോമീറ്റർ ഓടിയേക്കണത് 53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നതാണ് XUV 500. ഈ XUV 500ൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2013 മോഡലാണ്. W8. അതേപോലെ 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6,60,000 രൂപയാണ് ചോദിക്കുന്നത്. കണ്ടീഷൻ വണ്ടിയാണ്.
ദീർഘനാളത്തേക്ക് കൊണ്ട് നടക്കാം എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വണ്ടി നല്ല ഒരു അസറ്റായിരിക്കും, കൊണ്ട് നടക്കാം. കാരണം ഡീസൽ വണ്ടിയാണ്, നല്ല ഓട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, പെട്ടെന്നൊന്നും വിൽക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ കൊണ്ട് നടക്കാം. പിന്നെ വരുന്നതാണ് നിസാൻ സണ്ണി, ഫുള്ള് ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക്. പ്രൈസിങ് വരുന്നത് 5 ലക്ഷം രൂപയാണ്. പിന്നെ സെലേറിയോ ഉണ്ട്, 35,000 കിലോമീറ്റർ ഓടിയത്, സിംഗിൾ ഓണറാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസിങ് വരുന്നത് 485 അപ്പോൾ ലേഡീസൊക്കെയാണ് കൂടുതലും സെലേറിയോ പ്രിഫർ ചെയ്യുക, ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ആയതിൻ്റെ പേരിൽ. പിന്നെ ഇയോൺ ഇറ, ഇത് ഇന്ന് സെയിലാകുന്ന വണ്ടിയാണ്. കാരണം അതിൻ്റെ ഇവാലുവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലോൺ ഡിസ്പേഴ്സലൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഫോക്സ്വാഗൻ്റെ വെൻഡോ. അപ്പോൾ വെൻഡോ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം എന്താണ് വണ്ടിയുടെ ഗുണവും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് 2018 മോഡലാണ്, 49,000 കിലോമീറ്റർ ഓടിയേക്കണ വണ്ടി. ലോ കിലോമീറ്റർ ഓടിയ വണ്ടി കിട്ടൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോറൂമിലേക്ക് വന്ന് വണ്ടിയൊക്കെ ഒന്ന് കണ്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. പ്രൈസിങ് വരുന്നത് 745. പിന്നെ വരുന്നതാണ് ആൾട്ടോ LXi. ഇപ്പോൾ ഒരു ലോ ബഡ്ജറ്റ് 2 ലക്ഷത്തിൽ താഴെയുള്ള വണ്ടിയാണ് നോക്കണമെങ്കിൽ ആൾട്ടോയുടെ ഈ LXi ഉണ്ട്. അത് വരുന്നത് 175 170 ഫൈനൽ വരും പ്രൈസ്. അപ്പോൾ 62,000 കിലോമീറ്റർ ഓടിക്കുന്ന സെക്കൻഡ് ഓണർ വണ്ടി. അപ്പോൾ ഈ വണ്ടി താല്പര്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ കൊടുക്കുക, അതിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്മളെന്താ പറയുക, നമ്മുടെ ഷോറൂം മൊത്തത്തിലൊന്ന് കാണിച്ചിട്ടുണ്ട്, എന്തൊക്കെ വണ്ടികളുണ്ടെന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്നത്തെ ഡേറ്റിൽ, അപ്പോൾ ഞാൻ ടാഗ് ചെയ്യുമ്പോൾ ഇന്നത്തെ ഡേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളെപ്പോഴും എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഡേറ്റ് നോക്കണം, കാരണം ആ ഡേറ്റിലുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഇനി ഞാൻ ഒരു കൺക്ലൂഷനും കൂടെ എടുത്തിട്ട് ഞാൻ നിർത്തിയേക്കാം. ഓക്കെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ പരിസമാപ്തി വഹിക്കുന്നതാണ്. വേറെ ഒന്നുമല്ല, വണ്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ബാക്കി സംസാരവും കാര്യങ്ങൾ, വണ്ടികളുടെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ വാട്സാപ്പിലൂടെ നമുക്ക് കോൺടാക്ട് ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ എല്ലാവർക്കും, വണ്ടികൾ അന്വേഷിക്കുന്ന എല്ലാവർക്കും ഓസ്കാർ ഒരു പരിഹാരമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ നല്ല വണ്ടികളും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത്, നോക്കുന്ന സമയത്ത് നമ്മളെ പരിഗണിച്ച് നമ്മുടെ അടുത്തേക്ക് വന്ന് നെഗോഷ്യബിളായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് നമ്മുടെ അടുത്ത് വണ്ടി എടുത്ത് വീണ്ടും നമ്മുടെ റിട്ടേണിംഗ് കസ്റ്റമേഴ്സ് ആവാനായിട്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ് ഫ്രം ഓസ്കാർ യൂസ്.